ചിന്തിക്കുന്നവൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു. ഖുർആൻ പറയാ, ചിന്തിക്കുന്നവൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുമെന്ന്, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം എന്ന്. വിശ്വാസികളോ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കും. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിക വഅനാബ വകവാഇബ അത്റാബ വകസം ദിഹാഖ. വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുകയാണ്, മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്, സ്വർഗ്ഗമുണ്ട്, സ്വർഗ്ഗമുണ്ട്. അപ്പോൾ സമസ്തക്കാരും സൂഫികളും പറയാണ്, ഇത് പറ്റൂല, അള്ളാന്റെ ഈ നടപടിക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും. അള്ളാന്റെ ഈ നടപടി ശരിയായില്ല, അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും. ഞാനല്ല പറയുന്നത്, കേട്ടോളൂ. വളരെ വ്യക്തമായി തന്നെ ഒരു കാന്തപുരം, അത് ആദ്യം അങ്ങോട്ട് പറയട്ടെ, കാന്തപുരം സുന്നി പറയട്ടെ, അതിനുശേഷം നമുക്ക് ഈ സംസ്ഥക്ക് ചാൻസ് കൊടുക്കാം. ഹസനുൽ ബസരി റാബിയത്തുൽ അദവിയന്റെ അതേ പവറുള്ള ഒരു പെണ്ണാണ്, ആണാണ്. അതുകൊണ്ട് തന്നെ റാബിയത്തുൽ അദവിയനെ തടയാനും ചോദ്യം ചെയ്യാനും ഒക്കെ ഹസനുൽ ബസരിക്ക് ധൈര്യമുണ്ട്. ഹസനുൽ ബസരി വന്നിട്ട് മുന്നിലങ്ങ് നിന്നിട്ട് കൈ കൊണ്ട് തടുത്ത് അവിടെ വെച്ചു. ഖിഫി യാ റാബിയ, നിൽക്കവിടെ റാബിയ. എങ്ങോട്ടാ പോകുന്നത്? ഈ വെള്ളവും തീയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്? എന്ത് അലാക്കുണ്ടാക്കാനാ പോകുന്നത്? റാബിയ പറഞ്ഞു, മാറൂ ഹസൻ, മാറണം, ഞാൻ എന്റെ ദൗത്യം നിർവഹിക്കട്ടെ, എന്റെ ദൗത്യ നിർവഹണത്തിൽ നീ തടസ്സമാകരുത്. റാബിയ ഹസനുൽ ബസരിയോട് പറയുന്നത്. ഹസനുൽ ബസരി ചോദിച്ചു, എന്ത് ദൗത്യം നിർവഹിക്കാനാ നിങ്ങൾ പോകുന്നത്? ഞാൻ വിടൂല. എന്ത് ദൗത്യം നിർവഹിക്കാനാ പോകുന്നത്? പറ, എന്തിനാ നിങ്ങൾ പോകുന്നത്? മാറാനാ പറഞ്ഞത് റാബിയത്തുൽ അദവിയ. ഞാനൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് ചെയ്യട്ടെ. എന്താ എന്ന് ചോദിച്ചു. എന്തിനാ നിങ്ങളെ കയ്യിൽ ഈ വെള്ളവും തീയും? അവിടുന്ന് പറഞ്ഞു, അല്ലയോ ഹസൻ, എന്റെ കയ്യിലുള്ള ഈ വെള്ളം ഇത് നരകം അണക്കാനുള്ളതാണ്, നരകം കെടുത്തിക്കളയാനുള്ളതാണ്. കത്തിയാളുന്ന നരകം ഞാൻ ഈ പാട്ടയിലെ വെള്ളമൊഴിച്ച് ഞാൻ കെടുത്തിക്കളയും. എന്റെ ഈ കയ്യിലുള്ള തീയ് എന്തിനാണെന്നറിയോ? സുഖലോക സ്വർഗല്ലേ, അത് കത്തിച്ചാമ്പലാക്കാനാണ്, അത് കത്തിച്ചു കളയാനാണ്, അത് കത്തിക്കരിച്ചു കളയാനാണ്. സുബ്ഹാനല്ലാഹ്. ഹസനുൽ ബസരി ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യാനുള്ള ആ ഒരു ദാഹം പ്രകടിപ്പിക്കുകയാണ് റാബിയത്തുൽ അദവിയ. ഉടനെ തന്നെ ചോദിച്ചു ഹസനുൽ ബസരി, അല്ല, സ്വർഗം കത്തിച്ചിട്ട് നരകം അണച്ചു കളഞ്ഞിട്ട് സ്വർഗം കത്തിച്ചിട്ട് നീ ജനങ്ങളൊക്കെയും അള്ളാഹുവിനെ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗം നേടാനുമല്ലേ? നിങ്ങൾ സ്വർഗം നരകവും കത്തിക്കാൻ പറ്റുമോ, അത് കെടുത്തിക്കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ റാബിയത്തുൽ അദവിയ പറഞ്ഞു, അതെ ഹസൻ, ഇതാണ് എന്റെ പരാതി. ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ പടച്ചോൻ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, സ്വർഗത്തിൽ കടക്കാനാണ്. അങ്ങനെ ഒരു കുട്ടിയും ഇവിടെ റബ്ബിനെ ആരാധിക്കണ്ട, അള്ളാഹിനോട് സ്നേഹമുള്ളവർ മാത്രം ആരാധിച്ചാൽ മതി. ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് സ്വർഗത്തിൽ കടക്കാനല്ല. എന്നെ അള്ളാഹു സൃഷ്ടിച്ചതിലുള്ള, എനിക്ക് അള്ളാഹു ചെയ്തു തന്നതിലുള്ള അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുകയാണ് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു. കണ്ടോ? അപ്പോ അള്ളാഹ് എടുത്തൊരു നിലപാട് ശരിയായില്ല. എന്തേ? പടച്ചോൻ വിശ്വാസികൾക്ക് വേണ്ടി സ്വർഗ്ഗം ഒരുക്കി, അവിശ്വാസികൾക്ക് വേണ്ടി നരകം ഒരുക്കി. ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. പുണ്യാത്മാക്കൾക്കുള്ളതാണ് സ്വർഗം, തെമ്മാടികൾക്കുള്ളതാണ് നരകം. അത് ശരിയായില്ല. അതുകൊണ്ട് ഒരു കപ്പ വെള്ളമായിട്ട് പോവാണ്, എന്തിനാ? നരകം കെടുത്താൻ. സുബ്ഹാനല്ലാഹ്. നരകം എന്തിനു സാരം അറിയോ? നാറു ജഹന്നം അശദ്ദു ഹർറാ ലൗ കാനൂ യഅലമൂൻ. നരകത്തീ എന്ന് പറഞ്ഞാൽ കഠിനമായ ചൂടുള്ള തീയാണ്. എന്റെ ഒരു കോപ്പ് വെള്ളമായിട്ട് പോവുകയാണ്. അങ്ങ് അടിച്ചിട്ട് ഹസൻ ബസരി ഇപ്പൊ ചോദിക്കാൻ